KPCC പുനഃസംഘടനയിലെ അതിർത്തി മുതിർന്ന നേതാക്കളും AI ഗ്രൂപ്പുകളും പ്രതിഷേധത്തിൽ. KPCCയുടെ പുതിയ നേതൃനിര ചുമതലയേറ്റ ശേഷം AI ഗ്രൂപ്പിന്റെ രഹസ്യയോഗം M. ഹസന്റെ വസതിയിൽ ചേർന്നതായി സൂചന. സമ്പൂർണ്ണ പുനഃസംഘടനയും തഴയപ്പെടുമെന്ന ആശങ്കയിലാണ് അതിർത്തി വിഭാഗമെന്നാണ് സൂചന. മതിയായ ചർച്ച നടത്താതെയുള്ള നേതൃമാറ്റ പ്രഖ്യാപനത്തിൽ ഗ്രൂപ്പിന് അതീതമായി ഏവർക്കും പ്രതിഷേധമുണ്ട്. VM സുധീരന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. അല്ല, അതിനെക്കുറിച്ച് പല വശങ്ങളുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്കുള്ള സമയമല്ല ഇത്. അതൊക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നുണ്ട്. ഈ പുനഃസംഘടനയ്ക്ക് ശേഷം നടത്തിയ ചർച്ച പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ അത് കുറേ കൂടി അർത്ഥപൂർണമായി മാറുമായിരുന്നു, ഫലപ്രദമായി മാറുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കെ സുധാകരനെ മാറ്റുമെന്ന ചർച്ചയിൽ നിന്ന് പൊടുന്നനെ അധ്യക്ഷനടക്കം 3 വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF കൺവീനറെയും മാറ്റി. ഇതോടെ M. ഹസന്റെ പദവി തെറിച്ചു. A ഗ്രൂപ്പിന്റെ നായകൻ ബെന്നി ബെഹനാനെയും വെട്ടി. മാത്രമല്ല, വർക്കിംഗ് പ്രസിഡന്റ് പദവി പ്രതീക്ഷിച്ചിരുന്ന VS ശിവകുമാർ, ഡീൻ കുര്യാക്കോസ്, മാത്യു കൊള്ളനാടൻ തുടങ്ങിയവരെയും തഴഞ്ഞു. മാത്രമല്ല, താരതമ്യേന ജൂനിയർമാരായ ഷാഫി പറമ്പിലും വിഷ്ണുദാദും വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയതോടെ ഇനി മുതിർന്ന നേതാക്കളുടെ സാധ്യതയും അടഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പന്തളം സുധാകരൻ, ചെറിയാൻ ഫിലിപ്പ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, KC ജോസഫ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവർക്കും സാധ്യതകൾ മങ്ങി. ഇനി KPCC ജനറൽ സെക്രട്ടറിമാരുടെയും സെക്രട്ടറിമാരുടെയും സമ്പൂർണ്ണ പുനഃസംഘടന ഉടനുണ്ടാകും. 13 DCC അധ്യക്ഷന്മാരെയും മാറ്റും. അവിടെയും തഴയപ്പെടുന്നവരുടെ നിര വർദ്ധിക്കും. കൂടിയാലോചനയില്ലാതെ KC വേണുഗോപാൽ വിഭാഗത്തിന്റെ വെട്ടിനിരത്തൽ എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. മാത്രമല്ല, മാത്യു കൊള്ളനാടനെ തടഞ്ഞതിൽ KCയുടെ ഗ്രൂപ്പിനുള്ളിലും ആഭ്യന്തര കലഹമുണ്ട്. അതേസമയം ഹസനെതിരായ നീക്കം A ഗ്രൂപ്പിനോടുള്ള അവഗണനയാണെന്നാണ് ഗ്രൂപ്പ് നേതൃത്വം വിലയിരുത്തുന്നത്. പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റതിനു പിന്നാലെ M. ഹസന്റെ വസതിയിൽ ചേർന്ന A ഗ്രൂപ്പിന്റെ രഹസ്യയോഗത്തിൽ പുനഃസംഘടനയിലെ വിയോജിപ്പ് ചർച്ചയായെന്നാണ് വിവരം. സ്വന്തം നില ഭദ്രമാക്കുന്നതിനായി ഗ്രൂപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ച യുവ നേതാവിനോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്നും നേതാക്കൾ യോഗത്തിൽ തുറന്നടിച്ചു. പുറമെ A ഗ്രൂപ്പെന്ന് പ്രചരിപ്പിക്കുകയും രഹസ്യമായി അന്തർധാരകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന നേതാക്കളോട് മൃദു സമീപനം വേണ്ടെന്നാണ് തീരുമാനം. കൂടാതെ വരാനിരിക്കുന്ന DCC പുനഃസംഘടനയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ നിലപാട് കടുപ്പിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.